രണ്ടുപേരും എവിടുന്നാ വരുന്നത്? ചേട്ടൻ എവിടുന്നാ വരുന്നത്? എൻ്റെ സ്ഥലം പുതിയകാവ്. പുതിയകാവ്. ഓക്കെ, അതെവിടെയാ? കരുനാഗപ്പള്ളി പുതിയകാവ് കാട്ടമ്പുറം. ഓക്കെ. ഞാൻ പാലക്കാട് പിരായിരി കുന്നംകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത്. രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്, എത്തിച്ചേർന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്ത്. ഇതിനു മുമ്പ് പരിചയമുണ്ടോ? ഇല്ല, ആണ്. അപ്പൊ എന്തായാലും അഭിനന്ദനിൽ നിന്ന് നമുക്ക് പെർഫോമൻസ് അങ്ങ് തുടങ്ങിയേക്കാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഞാൻ ഇവിടെ ചെയ്യാൻ പോണത് മൊട്ടരാജേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തിന്റെ ഒരു വോയിസ്. ശരി സാർ, நீங்களா? டேய், நான் யாரு தெரியுமா? காளி, கல்கட்டா காளி. ஒத்த கல்கட்டாவை என்ன தெரியும்? எனக்கு ஒத்த கல்கட்டாவை தெரியும். தம்பி, என்ன பார்த்தா உனக்கு எப்படி தோணுது? காக்கா கூட தன் குஞ்சா பொன் குஞ்சா நினைக்குமா? ஆனா என்ன பெத்த ஆத்தா குழந்தையில தாராட்டு ஆடும்போது காளி லாலி கருப்பு காளி அப்படியே சொல்லுவாங்க. அப்படிப்பட்ட என்ன தம்பி பியூட்டிஃபுல் சொல்லிட்டாங்களா? ഓക്കെ. അപ്പൊ എന്തായാലും അടുത്ത് നമ്മുടെ സോമൻ ചേട്ടനെയാണ്. സോമൻ ചേട്ടൻ. കേന്ദ്രമന്ത്രി KM വർഗീസിന്റെ ഭാര്യ അന്നമ്മ വർഗീസിന് കുതിരസവാരി പഠിക്കണമെന്ന് ഭർത്താവിന്റെ സ്വാധീനം വെച്ച് കേരളത്തിൽ വന്നിട്ട് കേരള പോലീസിന്റെ പുറത്ത് കയറുന്നത് പോരാഞ്ഞിട്ടാ ഇപ്പം കുതിരയുടെ പുറത്തും കൂടെ കയറാൻ പോന്ന്. എടോ, ഇൻഷുറൻസ് ഉണ്ടോ? ഭാഗ്യം. അടിപൊളി. സൂപ്പർ. ഓക്കെ, നെക്സ്റ്റ്. ജയറാമേട്ടന്റെ ഒരു വോയിസ്. ഓക്കെ. അതെ, ഈ വർഗീസേ, ഈ വലിയ മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെറിയ മനുഷ്യരെ കൊണ്ട് പറ്റുന്നേ. അതേന്നേ. ആഹാ, ഇന്നാള് എറണാകുളത്ത് എക്സിബിഷൻ വന്നൊരു സായിപ്പ് പറഞ്ഞത്ര അങ്ങ് അമേരിക്കയിലെങ്ങാണ്ട് സാന്റിയാഗോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാഴ്ചബംഗ്ലാവ് ഉണ്ടത്രേ. 100 കൊല്ലമായിന്നേ തുടങ്ങിയിട്ട്. നീ വലുതാ മോളെ പോണോട്ടോ. മോനെ ഒന്ന് വീട്ടിൽ പോടാ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ്. അടുത്ത കമ്മീഷണറിനകത്ത് തന്നെ ബൈജു ചേട്ടന്റെ വോയിസ്. ഓക്കെ. ചേട്ടാ, തോട്ടത്തിൽ പന്നി ഇറങ്ങുന്നു പറഞ്ഞ് പന്നി പിടിക്കുന്നുണ്ടല്ലോ. പന്നി ഇത് ആണുങ്ങളും കൊണ്ട് ഒരു ദിവസം കോളേജിൽ പോയില്ലെന്നും പറഞ്ഞ് ഒന്നും വരാൻ പോകില്ല. എടാ ഒത്തനെ, നിന്റെ കമ്മീഷനോട് പറ ഇങ്ങോട്ട് വന്ന് സൊല്ല. അടുത്തായിട്ട് പ്രകാശ് രാജ് സാറിന്റെ പാണ്ടിപ്പട എന്ന സിനിമയിൽ അദ്ദേഹം മലയാളത്തിലെ കുറച്ച് ഡയലോഗ് പറയുന്നുണ്ട്. അപ്പൊ അത് പ്രകാശ് രാജ് സാറിന്റെ വോയിസ് ആണ്. കേൾക്കാം. ബാസിയുടെ കൂട്ടുകാരനല്ലേ? അവിടെ അട്രാ അവിടെ ഞാൻ പറഞ്ഞ അടിക്കണോ? അടിയുടെ കൂട്ടുകാരനായാലും സറി, ഒപ്പടായാലും സറി, പറഞ്ഞത് സജ്ജാ മതി. അധികം സംസാരിക്കണ്ട. പൊറുത്തതാ. ഇനി നമുക്ക് പഴയ ഒരു നാടൻ പാട്ടാണ്. അത് അശകോശലേ പെണ്ണുണ്ടോ, ഇത് കോശാലും പെണ്ണുണ്ടോ, സാമി രണ്ടിന് പെണ്ണുണ്ടോ, കോശാവേലി മാപ്പിളയ്ക്ക്. ഇത് നമ്മുടെ മലയാള സിനിമയിലെ കുറെ താരങ്ങൾ അവതരിപ്പിച്ച അങ്ങനെ. അശകോശലേ പെണ്ണുണ്ടോ, ഇത് കോശാലും പെണ്ണുണ്ടോ, സാമി രണ്ടിന് പെണ്ണുണ്ടോ, കോശാവേലി മാപ്പിളയ്ക്ക്. അശോചലി പെണ്ണില്ല, കോശാലി പെണ്ണില്ല, സാവി രണ്ടിന് പെണ്ണില്ല, തൃക്കാവേലി മാപ്പിളയ്ക്ക്. ഒരു കൊടുക്ക പെണ്ണും തരാം, പെണ്ണിട്ട കെട്ടിടം പൂട്ടിയും തരാം, പൂട്ടാത്താക്കോല് എടുത്തും തരാം. പെണ്ണിനെ തരുമോ തോഴിമാർക്ക്? ഒരു കൊടുക്ക പൊന്നും വേണ്ട, പൊന്നിട്ട കെട്ടിടം പൂട്ടിയും വേണ്ട, അങ്ങ് പൂട്ടാ താക്കോല് എടുത്തും വേണ്ട. പെണ്ണിനെ തരില്ല തോഴിമാർക്ക്. രണ്ടു കൊടുക്ക പൊന്നു തരാം, പൊന്നിട്ട കെട്ടിടം പൂട്ടി തരാം, പൂട്ടാ താക്കോല് എടുത്തു തരാം. പെണ്ണിനെ തരുമോ തോഴിമാർക്ക്? രണ്ടു കൊടുക്ക പൊന്നും വേണ്ട കേട്ടോ, പൊന്നിട്ട കെട്ടിടം പൂട്ടിയും വേണ്ട, പൂട്ടാത്താക്കോല് എടുത്തും വേണ്ട. പെണ്ണിനെ തരില്ല തോഴിമാർക്ക്. അതെ, 3 കൊടുക്ക പെണ്ണും തരാം, പെണ്ണിട്ട കെട്ടിടം പൂട്ടിയും തരാം. ഈശ്വര, പെണ്ണിനെ തരുവോ? 3 കൊടുക്ക പെണ്ണും വേണ്ട, പെണ്ണിട്ട കെട്ടിടം പൂട്ടിയും വേണ്ട, പൂട്ടാത്താക്കോല് എടുത്തും വേണ്ട. പെണ്ണിനെ വേണമെങ്കിലേ വിളിച്ചോണ്ട് വയ്ക്കും. അടിപൊളി. ഒറ്റയ്ക്ക് എത്ര പേരല്ലേ വന്നു പോയത്? ഇന്നൊരു സന്തോഷമില്ലാത്ത പോലെ. ഇതിന്റെ പെർഫോമൻസ് അടിപൊളിയുണ്ടോ? അല്ലല്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്തത് കേട്ടല്ലോ. ഒറ്റയ്ക്ക് കുറെ പേരാ വന്നത്. അല്ല, കഴിഞ്ഞ വെറുതെ ആണോ ഇപ്പൊ ഒന്ന് ചിരിച്ചത്? ഇപ്പോഴല്ലേ പുള്ളിക്കാരൻ ആശ്വാസം വന്നത്. കാരണം ഇവിടെ ഇനി വരുമോ എന്ന് ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ എന്തായാലും ഞാൻ തിരിച്ചെന്നാ പണി അങ്ങോട്ടേക്ക് തന്നാലോ? ആയിക്കോട്ടെ. നിന്റെ പണി നീ പറഞ്ഞില്ലേ തീർന്നു എന്ന്.
ചേട്ടനെ ഞാൻ വെറുതെ വിട്ടേക്കുന്നു, ഇവന് പണി കൊടുക്കാം. ശരി, താരത്തിരിമറി എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമാണ് തരാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഡയലോഗ് കേൾക്കാം, എന്നിട്ട് ആരുടെ വോയിസിൽ എടുക്കണം എന്നുള്ളത് പറയാവേ. ഡയലോഗ്. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയൊന്നുമാവില്ല, കൊന്നളയും ഞാൻ. പഠിക്കില്ല കേട്ടോ, പുതിയ ആളായതുകൊണ്ട് ഇവിടെ ചോദിച്ചാൽ മതി. ഓക്കെ, ഡയലോഗ് കേട്ടല്ലോ. കേട്ടു ചേച്ചി. കോൺഫിഡൻസോടെ പറയാൻ പറ്റുമോ? ആരുടെ വോയിസാണ് ഞാൻ പറയട്ടെ? നമ്മുടെ സ്വന്തം ബാലചേട്ടന്റെ വോയിസ്. അതെ. ഇതിക്കുള്ള സർപ്രൈസസ് എനിക്ക് തരാൻ പറ്റത്തുള്ള. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ഈ ഊച്ചാലി രാഷ്ട്രീയക്കാരെ കൊണ്ട് സ്ഥലം മാറ്റിക്കളയല്ല, ഇറ്റ് ഈസ് റോങ്, കൊന്നുകളയും ഞാൻ. നീ വലിയ ആളല്ലേ, ഇവിടെ ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. അടിപൊളി, സൂപ്പർ. താങ്ക് യു സോ മച്ച് കേട്ടോ. പെട്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു. രണ്ടുപേരും അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷെ ഞാനല്ല ഇതിനെപ്പറ്റി പറയേണ്ടത്, നമ്മുടെ മാസ്റ്റേഴ്സ് ആണ് പറയേണ്ടത്. ഇക്ക, ഇദ്ദേഹത്തിന് ഈ അർജുന അശോകന്റെ ഒക്കെ ശബ്ദം പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നണം ഫിഗർ വൈസും ഇതൊക്കെ മാച്ച് ആകാൻ സാധ്യതയുണ്ട് കേട്ടോ. പെട്ടെന്ന് സ്റ്റേജിൽ ട്രൈ ചെയ്യാം പഠിക്കാൻ. പുഷ്പരാജ് ശരിക്ക് താരങ്ങളുടെ പേര് പറയാതെ ആ പെർഫോമൻസ് ഉണ്ടല്ലോ, അത് പലപ്പോഴും പലർക്കും പാളിപ്പോയേക്കാവുന്ന ഒരു സംഭവമാണ്. പക്ഷെ അടുത്തത് എന്ന് പറയാതെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന തരത്തിൽ കൃത്യമായിട്ട് അത് പ്രയോഗിച്ച് എറിഞ്ഞ് പിടിപ്പിക്കാനായിട്ട് പുഷ്പരാജിന് സാധിച്ചു. അത് നല്ല കഴിവാണ്, ചെറിയ കഴിവല്ല, വലിയ കഴിവാണ്. അപ്പോൾ ഈ നമ്മളുടെ എല്ലാ തൊഴിലും വലിയ അത് ദൈവികമാണ്, ദൈവം തന്നിരിക്കുന്നത്. നമുക്ക് ഏറ്റവും വലിയ കാര്യമാണ് ഒരു തൊഴിൽ പഠിച്ചിരിക്കുക എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ കലയും കൂടി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും സാധിക്കട്ടെ. മോൻ്റെ പഠിത്തത്തിനോടൊപ്പം തന്നെയും ഇദ്ദേഹത്തിൻ്റെ തൊഴിലിനോടൊപ്പം തന്നെ രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. അഭിനന്ദനങ്ങൾ. നന്നായിട്ട് ചെയ്തു. കാരണം പ്രൊഫഷണലായിട്ട് പ്രോഗ്രാമിലൊന്നും പോകുന്ന ഒരാളല്ല, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനോടുള്ളൊരു പാഷൻ കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് തീർച്ചയായിട്ടും ഒരു 3-4 താരങ്ങളെ മനോഹരമായിട്ട് അഭിനന്ദനം കഴിയാവുന്ന രീതിയിൽ കറക്റ്റായിട്ട് അഭിനന്ദിച്ചിട്ടുണ്ട്. 17 വയസ്സേ ഉള്ളൂ. മതി, അത് വെച്ചിട്ട് പൊട്ടരാജൻ സാറിനെയൊക്കെ അത്രയും ചെയ്തില്ലേ. വേതാളം ഡയലോഗ് അത്രയും ലെങ്തി ആയിട്ടുള്ളത് തമിഴ് പഠിച്ച് കൃത്യമായിട്ട് ചെയ്തില്ല. അതൊക്കെ വലിയ കാര്യം തന്നെയാണ് കേട്ടോ. നല്ല ഭാവിയുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഇനിയിപ്പോൾ നമ്മുടെ പുഷ്പരാജ് കരുനാഗപ്പള്ളി പുതിയകാവിലെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്. നല്ല രസമുണ്ട്. സോമൻ സാറിനൊക്കെ നല്ല രസമായിട്ട് അവതരിപ്പിച്ചു. ഈ ജോലിക്കിടയിൽ ഈ ശബ്ദം കൂടി ചിന്തേറിട്ട് മിനുക്കിയെടുക്കുകയാണ്. അതാണ് അതായത് വേറെ പ്രൊഫഷണൽ വേദികളൊന്നും അധികം ഇല്ല, എന്നാൽ ടാലന്റ് ഉള്ളിലുണ്ട്. അപ്പം നമുക്ക് പെർഫോമൻസിന് സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ സുഹൃത്തുക്കൾ ഇവരൊക്കെ കൂടി നിൽക്കുമ്പോഴുള്ള ഒരു ഇതിലാണ്. ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മളിത് കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അങ്ങ് പുലിയാണ്. അപ്പൊ ഇനിയിപ്പോ ഇവിടുന്ന് ഒരു തുടക്കമാവട്ടെ. കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ ഒരു താര വിളയാട്ടത്തിന്റെ വേദിയിൽ വന്ന് വിളയാടി ഇനി അങ്ങോട്ട് ഒരുപാട് നല്ല നല്ല വേദികൾ കിട്ടട്ടെ. എല്ലാ അഭിനന്ദനങ്ങളും കേട്ടോ. ഓക്കെ, താങ്ക് യു. യെസ് ബാലചേട്ടാ, മിമിക്രിയുടെ കാര്യങ്ങളെല്ലാം ഇവിടെ ജാമ്പവന്മാർ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അബ്സർവ് ചെയ്ത ഒരു കാര്യം പറയാം. നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന രീതിയല്ലേ, നെഞ്ച് നിർത്തിട്ട് ഇവിടെ വന്നല്ലേ, അത് എനിക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ്. അത് എപ്പോഴും ഒരു കലാകാരനൊക്കെ ഉണ്ടാവണം, ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. ആ നടത്തം ഉണ്ടല്ലേ, അവിടെ തുടങ്ങി നിങ്ങളുടെ പെർഫോമൻസ് കേട്ടോ. ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ. നന്ദി.